നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഇന്ന് എന്ന ജ്യോതിഷ വിഷയമാണ്. നിങ്ങളുടെ ഇന്നിൽ നാം ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ദിനം 2025 ഒക്ടോബർ 13 അതായത് 1201 കന്നിമാസം 27 തിങ്കളാഴ്ച. ഇന്ന് തിങ്കളാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:17, അസ്തമയം വൈകിട്ട് 6:06. ഇന്നത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. കാലത്ത് 7:30 മണി മുതൽ 9 മണി വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യ സമയമാണ് രാഹുകാലം. ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. ഇന്നത്തെ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത, ഇന്ന് തിരുവാതിര നക്ഷത്രമാണ്. എല്ലാ നക്ഷത്രത്തിനും അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. പക്ഷേ തിരുവാതിര ഒരു യാത്രയ്ക്കോ വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രവുമാകുന്നു. യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ടീവി 7 നാൾ വിതക്കിൽ വെളിയാഭൂമോ യാത്ര പോകിലവൻ വരാ. യാത്ര പോയാൽ തിരിച്ചു വരാത്ത വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രങ്ങളാണ് യമൻ ഭരണി, അഹി ആയില്യം, രുദ്രൻ തിരുവാതിര, പൂരം പൂരാടം പൊരുരുട്ടാതി, അപ്രകാരം തന്നെ തൃക്കേട്ട നക്ഷത്രം. അതിനാൽ ഇന്നത്തെ നക്ഷത്രം ഒരു ഗുണമുള്ള നക്ഷത്രമല്ല. പക്ഷെ ഞാൻ ഇന്നത്തെ ദിനത്തിന് ധാരാളം കുട്ടികൾക്ക് ഹരിശ്രീ കുറിക്കുവാൻ മുഹൂർത്തം കൊടുത്തിട്ടുണ്ട്. തിരുവാതിര വിദ്യാരംഭത്തിന് ഏറ്റവും നല്ല നക്ഷത്രമാണ്. ബാക്കി എല്ലാ വിഷയങ്ങൾക്കും തിരുവാതിരയെ നിങ്ങൾ ഉപേക്ഷിക്കണം. പക്ഷേ വിദ്യ അഭ്യസിക്കാൻ ഈ ശിവൻ്റെ നക്ഷത്രം വളരെയധികം ശ്രേഷ്ഠമാണ്. തിരുവാതിരയ്ക്ക് മാത്രമേ അപ്രകാരമുള്ള ഒരു വൈശിഷ്ട്യം പറഞ്ഞിട്ടുള്ളൂ. അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ അത് ശിവൻ്റെ നക്ഷത്രമാകുന്നു. അതിനുമപ്പുറം അറിവ് കൊടുക്കുന്ന ശിവൻ്റെ രൂപമാണല്ലോ ദക്ഷിണാമൂർത്തി. അതിനാൽ ഞാൻ പല പേരൻസിനും ഇന്ന് കാലത്ത് 6:25 മുതൽ 6:45 വരെയുള്ള സമയം വിദ്യാരംഭത്തിന് ഏറ്റവും ശ്രേഷ്ഠമായി ഞാൻ കുറിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം തിരുവാതിര നക്ഷത്രമാണ്, അത് തുലാൻ രാശിയിൽ വരുന്നു. അതിനുമപ്പുറം തിങ്കളാഴ്ചയാണ്. വിദ്യയ്ക്ക് ഏറ്റവും നല്ലൊരു ദിനങ്ങളാണ് ശുഭദിനങ്ങൾ. പക്ഷേ ഇന്നത്തെ തിഥിയും പ്രായണ അനുരൂപമാണ്. കറുത്തപക്ഷത്തിലേതാണെങ്കിലും സപ്തമി തിഥിയാണ്. അത് അഷ്ടമിയോ നവമിയോ വന്നാൽ വളരെ ദോഷമാണ്. പക്ഷേ സപ്തമിയാണെങ്കിലും ചന്ദ്രൻ ദുർബലനാണ്. എങ്കിലും തിഥി പ്രായണ നമുക്ക് ഒരുവിധം കൊള്ളാം എന്ന് കരുതുക. അതിനാൽ വിദ്യാരംഭത്തിന് ഇന്നത്തെ ദിനം വളരെ അനുകൂലമാണ്. മറ്റൊരു വിഷയത്തിലേക്കും ഇന്നത്തെ ദിനം അനുകൂലമല്ല. തിരുവാതിര നക്ഷത്രം ഉച്ചയ്ക്ക് 12:30 വരെയാണുള്ളത്. അതിനുശേഷം പുണർദം നക്ഷത്രമാകുന്നു. പുണർദം നക്ഷത്രം ശുഭമാണ്. പക്ഷേ പുണർദം നക്ഷത്രം വരുമ്പോഴേക്കും സപ്തമി തിഥി കഴിഞ്ഞ് അഷ്ടമി തിഥി, കറുത്തപക്ഷത്തിലെ അഷ്ടമി തിഥി ആരംഭിക്കും. അഷ്ടമി അത്ര ശുഭമുള്ള ഒരു തിഥിയല്ല. അത് വെളുത്ത പക്ഷത്തിലേതായാലും കറുത്ത പക്ഷത്തിലേതായാലും. പക്ഷേ വിവാഹത്തിന് അങ്ങേയറ്റം മേന്മ പറഞ്ഞിട്ടുള്ള തിഥിയാണ് കറുത്തപക്ഷത്തിലെ അഷ്ടമി തിഥി. ഇഷ്ടാകൃഷ്ണാഷ്ടമി, കറുത്തപക്ഷത്തിലെ അഷ്ടമി വിവാഹത്തിന് വളരെ നല്ലതാണ്. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നല്ലൊരു മുഹൂർത്തം വിദ്യാരംഭത്തിന് ഞാൻ പറഞ്ഞു. പക്ഷേ ശുഭകാര്യത്തിന് പറ്റില്ല. പിന്നീട് നല്ലൊരു മുഹൂർത്തം വരുന്നത് പുണർദം നക്ഷത്രത്തിലാണ് ഇന്നത്തെ ദിനത്തിൽ. അത് വൈകിട്ട് 3:20 മുതൽ 4:15 വരെയുള്ള സമയമാണ്. നല്ലൊരു മുഹൂർത്തമാണ്. വ്യാഴം ഇഷ്ടസ്ഥാനത്തുണ്ട്, കുംഭം ആരൂഢമായി വരുന്നു. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാലത്ത് തന്നെ സർപ്പക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യണം. ആയില്യപൂജ, സർപ്പബലി, അല്ലെങ്കിൽ നവഗ്രഹത്തിൽ രാഹു കേതുക്കൾക്ക് അർച്ചന ചെയ്യണം. സർപ്പപ്രീതി വാങ്ങണം. ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ എന്ന പ്രാർത്ഥന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെ ഉത്തമമായ മന്ത്രമാകുന്നു. വൈകിട്ട് നിങ്ങൾക്ക് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാം. അവിടെ ഭഗവാൻ ഇഷ്ടപ്പെട്ട തുളസിമാല ചാർത്താം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ല ഒരു സുദിനം ഇന്ന് നേരുന്നു. നന്ദി, നമസ്തേ.